കടലിപ്പാതയാണ് അതെന്താണ്ട മാനത്ത് ചെത്തണ കള്ളാണ്ട അന്തിക്കോടോം കൊണ്ടു മുങ്ങണതാരാണ്ട ചൂരനെ പോലുള്ള മോനാണ്ട എന്റെ ബ്ലാക്കാണ്ട. അപ്പൻ എന്നെ വിളിച്ചായിരുന്ന എന്റെ മഹം വന്നായിരുന്ന അങ്ങോട്ട് കേറിയിരിക്കും. അപ്പൻ എത്ര നേരമായിട്ട് വിളിക്കാന്നറിയാവാ. കാലത്തപ്പൻ കടലിൽ പോകുമ്പോ എന്റെ പൊന്നുമാൻ ഉറങ്ങായിരുന്നു. ഒന്നും കഴിച്ചില്ലടാ. ഒന്നും കഴിച്ചിട്ടില്ലട്ടാ. ഞങ്ങളും ഒന്നും കഴിച്ചിട്ടില്ല. നീ കഴിച്ചോന്ന് ഞാൻ ചോദിച്ചോടാ. എന്റെ മകൻ കഴിച്ചോടാ ചോദിച്ചു. കഴിച്ചാർന്ന്. അയ്യോ, അവിടുന്ന് ശകലം പുട്ടല്ലേ കഴിച്ചോളൂ. അതെ, ഇപ്പോഴും നല്ല വിശപ്പാ. അയ്യോ എടാ ചെമ്പരന്റെ ഓ, ഇവിടെ ഉള്ളതല്ല ഇങ്ങോട്ട് കൊണ്ടുപോടാ. എന്റെ ബ്ലാക്കിന് വിശക്കണ്, എന്റെ മകന് വിശന്ന അവന്റെ അപ്പന് സങ്കടം വരുവടാ. എന്റെ മുത്താണ്, വേഗം കൊണ്ടുപോടാ. കൊണ്ടുവരാണ്. എന്തപ്പനും മോനാണ്. അവിടെ തലയില്ലെങ്കിൽ ഇങ്ങാട് വെച്ച് 15 അപ്പം ഉണ്ടാട്ടാ. അവന്റെ വയറ്റ് ഇനി കൊള്ളാൻ സ്ഥലമില്ല. അപ്പൊ നമുക്കും കിട്ടൂല്ലേ സീസറെ? ചീങ്കണ്ണിയുടെ വയറാ, കണ്ടറിയണം. അയ്യേ, നിലത്ത് നിർത്തിയിട്ടാണ് ചാപം. അപ്പൊ എടുത്തിട്ട് പാ ചുരുട്ടണ പോലെ ചുരുട്ട്, എന്നിട്ട് ചാറിൽ മുക്കിയടി. അങ്ങനെ. കർത്താവേ, അവൻ സൊനാമിയാ, മൊത്തത്തിൽ വിഴുങ്ങിക്കളയും കേട്ടാ. ഞങ്ങളെ കൂടി ഒന്ന് ഗൗനിക്കടാ. എന്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാ കവനിക്കാൻ കേട്ടാ. അയ്യോ, ഇങ്ങനെ വെള്ളം ഇറക്കിയ എന്റെ മകന്റെ വയറ് കൊള്ളാം. അത് കൊള്ളാമല്ല, കടലല്ലേ. പ്രാകാരടാ. ഇവൻ പത്രോസേട്ടൻ തിമിംഗലത്തിൽ ഉണ്ടായതാണെന്നാ തോന്നണത്. അതല്ലടാ, കടലാനയിലുണ്ടായത്. ചെമ്പരന്റെ അവന്മാർക്കൂടെ എന്തെങ്കിലും തോടാ. പക്ഷെ എന്റെ മകന്റെ വയറ് എറിഞ്ഞിട്ടാ നിങ്ങ എഴുതേക്കാവൂ കേട്ടാ. അപ്പൊ ഞങ്ങൾ എണീക്കണ്ടേ? എണീക്കണ്ടെങ്കി എണീക്കണ്ട, കൊണ്ടുപോടാ. ഉണ്ടായിരുന്നെല്ലാം ബ്ലാക്കിന് കൊടുത്തില്ലേ? ഇനി ഇവിടെ ഒന്നുമില്ല. മുതലാളി ഞങ്ങളുമായി എഴുന്നള്ളുന്നേ. വഴിമാറിക്കോ. ഇത്തവണ മുടിഞ്ഞ കൊയ്ത്താണ് കേട്ടാ. എടാ പോവാ, എന്റെ ബ്ലസിമോള് മീൻ പെയ്ത്ത് കാണാൻ വന്നിട്ട് ചാള മാത്രമേ ഉള്ള. നെയ്മീനില്ലേടാ? കടലിലുണ്ട് മുതലാളി. പുളക്കല്ലേ പുളക്കല്ലേ കേട്ടാ. എടി ബ്ലസിക്കൊച്ചേ, നീ ഇക്രി പാസ്സായെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടാ. മുമ്പളെ കുലത്തൊഴിൽ ഇതാണല്ല. അത് ശരിയാണ്. മുതലാളിയുടെ കാലശേഷം കടലിലാട്ട് പോകാൻ ഈ ഒരു ബന്ധരിയല്ലേ ഉള്ളൂ. കടലിൽ പോകാൻ ഒറ്റ ഇവനാള് സ്വയംവരാണ് കേട്ടാ. എന്നതാടി ഈ ഉളുമ്പാണ് നമ്മുടെ ആരോഗ്യം. ഇത് തരത്തില്ല കേട്ടോ. അവൻ പിടിച്ച മീനാണ്, ഞാൻ ചോദിച്ചിട്ട് പോലും തരണില്ല. എടാ ബ്ലാക്ക്, ഇതിന് എത്ര വേണച്ചാ തരാം. ഇത് കൊടുക്കാനല്ലെന്നേ. എന്നാ നീ കൊണ്ടുപോ. നല്ല വില പറയലുണ്ട് മകനെ. കൊടുത്തിട്ട് ഷാപ്പിൽ പോവാടാ. ഷാപ്പിൽ പോവാം, പക്ഷെ ഇത് കൊടുത്തിട്ട് ഷാപ്പിൽ പോവാൻ കുറെ പുളിക്കും. എടാ ബ്ലാക്ക്, ഇത് ഹനുമാൻ കുമ്പാരി മലയും കൊണ്ട് വരണ പോലെ ഉണ്ടല്ലോ. ഹനുമാൻ കുമ്പാരി അല്ല, ഹനുമാൻ വക്കച്ച. ഇവൻ പോളപ്പൻ മകനെ, ഒറ്റ വില എന്നാ വേണം? ഇത് മുതലാളിക്ക് തരത്തില്ല, ഇത് വേറെ ആളൊക്കെള്ളതാ. മുതലാളിക്ക് കൊടുക്കാൻ നീ വേറെ ആൾക്കാർ കൊടുക്കാൻ പോണത് ഞാൻ കാണിച്ചു തരാം. ബ്ലച്ചിക്കൊച്ചന് ബ്ലാക്കിന്റെ വക സമ്മാനം. പിടിച്ച അപ്പന്റെ മകൻ തന്നെയാണ്. അല്ല മിസ്റ്റർ തലേന, എടോ ഞാൻ തരയാൻ മുതലാളിയാണോ? നിങ്ങ ആരാണ്? ഹോൾഡിംഗ് ചെയ്യാനാ? എടോ ഹോൾഡിംഗ് ചെയ്യാൻ പറയണ. ഹോൾഡിംഗ് ചെയ്യാൻ പറഞ്ഞ എന്റെ മാതാവേ, ഇത്രയും മുട്ടൻ തെറി പറഞ്ഞ ആരാണവൻ? കുളിച്ചതെറി അങ്ങാട് പറഞ്ഞ പോവാണ്. എടാ നിന്റെ അപ്രാണെന്ന് പറയണ. അയ്യോ കുമാരൻ സാറാ, എനിക്ക് അണ്ടർസ്റ്റാൻഡിംഗുമായില്ല കേട്ടാ. ഇപ്പൊ എവിടുന്നാണ് വിളിക്കണത്? ബോംബെന്നാ. പിന്നെ വിശേഷം വല്ലതും ഉണ്ടാ? മകള അല്ല കുമാരൻ സാറേ, മകള് പുറത്തെങ്ങാണ്ട് പോരിക്കായിരുന്നല്ല. എവിടാ? മുമ്പളെ വൈദ്യുതി പൂസതിന്റെ അടുത്താ. പിന്നെ എന്നാത്തിനാണ്? ഫസ്റ്റ് പുള്ളി ആളൊരു തിമിങ്ങലാണ് അല്ലേ? മകളെന്നാണ് ഇങ്ങോട്ട് വരണത്. കർത്താവേ, നാളെയാ? നാളെ വന്നിട്ടെന്ന്. ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ ഏറ്റി. അപ്പൊ ശരി, ഓക്കെ ഓക്കെ. അല്ല ഓ, വെള്ളം കുടിച്ചു പോയി കേട്ടാ. വിളിച്ചത് എവിടുന്നറിയായ? ബോംബെന്ന്. ആരാന്നറിയായ?
കുമാരൻ സാറ് എന്റെ ഫ്രണ്ട്സാണ്. അവിടുത്തെ പോലീസ് മന്ത്രിയാടാ. കടലിൽ മീൻ പിടിക്കണ 5-8 കപ്പലുണ്ട് പുള്ളിക്കാരന്. എടാ നമ്മുടെ 2 കപ്പല് വാടകയ്ക്ക് വാങ്ങിയിട്ടുണ്ടാ. നമ്മ ചോദിക്കുന്നതിനൊക്കെ കൂടുതൽ കാശ് നമ്മക്ക് തരും കേട്ടാ. ആ കുമാരൻ സാറിന്റെ മകൾ ഇങ്ങേറ്റ് വരികയാണ്. ആ കൊച്ചിയുടെ ആക്കിട്ടാണ് കേട്ടാ. അമേരിക്ക പോയി FACT ഒക്കെ പാസ്സായതാണ്. ആ അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. എടാ പൂവന്മാരെ, ആ കൊച്ചു നമ്മുടെ മൂസലിന്റെ അടുത്ത് പരീക്ഷണം പഠിക്കാൻ വരികയാണ്. ടൗണിൽ അവർക്ക് വലിയ മംഗളാവൊക്കെ ഉണ്ടടി. പക്ഷെ ആരുടെ ഭവനത്തിങ്കിലാണ് വരണത്? ഈ തരകന്റെ ഭവനത്തിങ്കൽ. അപ്പൊ ആ കൊച്ചു വരുമ്പോ നമ്മ തുറക്കാൻ കാര്യമായിട്ടൊന്നും സ്വീകരിക്കണ്ടേ? എടാ സീസറെ, നീ പോയി ആ ബാൻഡുകാരി ഒന്ന് ബുക്ക് ചെയ്തേ. പിന്നൊരു കണ്ടീഷൻ, കേക്ക് പോക്കത്തെ നന്നായിട്ട് ഊതണം. പിന്നെ യാണമടി മകളെ, ബോംബെയിലെ പോലീസ് മന്ത്രിയുടെ മകളാണ് വരണതേ. എവിടെയെങ്കിലും ഒന്ന് നിക്കുന്നു. അല്ല അല്ല, ഉറക്കപ്പാട പിശാച ഊത്തുകാരനെ കേക്കാൻ വരുന്നേ. എന്നാ കട്ടങ്ങി എന്നതാണ് എന്നെ വരയ്ക്കാൻ നോക്കിയത്. അവിടെയുള്ള എല്ലാവർക്കും സുഖിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സുഖിയായിരിക്കട്ടെ. അച്ചോ, നമ്മുടെ തളിക്കണ അനാമത്തെ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടാ? അനാമത്ത് വെള്ളമല്ല മകനെ, ആനാം വെള്ളം. അതുണ്ട് മകനെ. ഉണ്ട് മകനെ. സമയത്തില്ലെങ്കിൽ അച്ഛനെ കയറി ഞാൻ മോനെ വിളിക്കും. ചേച്ചി ഇതൊക്കെ കണ്ട വരുന്ന വഴി തിരിച്ചു പോകും. നിന്റെ അപ്പന്റെ കാര്യല്ലേ? കൊച്ചു വന്നേ. ആൾക്കാർ മാറിക്കോ. മാറി നിൽക്ക്. പേടിക്കണ്ട, മുതലാളി വെടിവെച്ചതാണ്. പടക്കം കുഞ്ഞിന് വഴി കൊണ്ട മാറാൻ. ഹലോ അങ്കിൾ. ഹായ് ആന്റി. ഹായ് മീനാക്ഷി. ഐ ആം ബ്ലെസ്സി. കുമാരൻ സാറിന്റെ മകൾക്ക് കൂമ്പ് കൈ. അയ്യാമ്മേ തരകം മുതലാളി. ഇതെന്താ ഇവിടെ ഇത്ര വലിയ ആഘോഷം? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണി. മീനാക്ഷി കുഞ്ഞു വരുമ്പോ സ്വീകരിക്കാൻ വേണ്ടിട്ടാണ്. എന്നെ സ്വീകരിക്കാനോ? ഓ മൈ ഗോഡ്. അപ്പച്ചന്റെ സ്വീകരണമൊക്കെ എങ്ങനെയാ? തരകന്റെ തുറയെ വരണവരെ തരകൻ ഇങ്ങനെയാണ് കേട്ടാ സ്വീകരിക്കണതേ. വാ മകളെ വാ. ഏതായാലും ഇത്രയൊക്കെ അറേഞ്ച് ചെയ്തില്ലേ? ഫാന്റാസ്റ്റിക്. ഞാനൊന്ന് ഷൂട്ട് ചെയ്തോട്ടെ ആന്റി. പിന്നെന്താണ്? എടാ അവന്മാരെ ഒന്ന് കൊതപ്പിക്കടാ. കൊച്ചു ഷൂട്ടിങ് പിടിക്കാൻ പോവുകയാണ്. പിടിച്ചോ. പിടിക്കും മകളെ. മകളെ, അവൻ മകള് പിടിക്കുന്ന ഷൂട്ടിംഗത്തിൽ അഭിനയിക്കുകയാണ്. അങ്ങാട്ടി തകർത്ത് അഭിനയിക്കടാ. ഇയാളാരാ? അപ്പച്ചന്റെ സെക്യൂരിറ്റിയാ. ബ്ലാക്ക് എന്നാ പേര്. തൊറയിലെ ഗുണ്ടയാണ് കേട്ടാ. പിന്നെ ഇത്തിരി മന്ദബുദ്ധിയാണെന്ന് മാത്രം. പെണ്ണുങ്ങളെ കണ്ട അവന് വലിയ ഇഷ്ടമാണ് കേട്ടാ. ഞങ്ങളൊക്കെ ബ്ലച്ചിക്കൊച്ചിന്റെ കാര്യം പറഞ്ഞവന് വട്ടാക്കിയിരിക്കാൻ. ബാംബെ എന്ന് വന്ന കൊച്ചു എന്നെ കളിയാക്കി ചിരിച്ചല്ലേ? ഞാൻ മന്ദബുദ്ധിയൊന്നും അല്ല കേട്ടാ. അതിന് ഞാൻ കളിയാക്കിയില്ലല്ലോ. ഹായ്, നല്ല അസ്തറിന്റെ മണം. പ്ലച്ചി കൊച്ചിനും ഇതുപോലെ നല്ല അസ്തർ വാങ്ങി പൂശിക്കൂടെ? അത് ബോംബെയിലേ കിട്ടൂ. എന്നാ നമുക്ക് ബാംബേക്ക് പോവാം.